മലപ്പുറം വളാഞ്ചേരിയിലെ 25-കാരിയുടെ ആത്മഹത്യയിൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന കുടുംബത്തിൻ്റെ പരാതി. വളാഞ്ചേരി പുല്ലമ്പറമ്പ് സ്വദേശിനി പ്രീത ആത്മഹത്യ ചെയ്ത് 28 ദിവസം കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഭർത്താവിനെതിരെ തെളിവുകൾ ഉണ്ടായിട്ടും കേസെടുക്കുന്നില്ലെന്നും കുടുംബത്തിൻ്റെ പരാതി. സത്യമായിട്ടും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് മരിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു കാണപ്പെട്ടിരുന്നത്. പിന്നെ അന്ന് അവള് സ്വയം ചെയ്തതല്ല എന്നുള്ള ഒരു രീതിയിൽ ആണ്. അവൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് പൊതുവെ ഇല്ലാത്തതുകൊണ്ടും പപ്പക്ക് അങ്ങനെ അവള് സ്വയം അങ്ങനെ ചെയ്യൂല, ഒരു മർഡർ ആണ് നടന്നത് എന്നുള്ള രീതിയിൽ പപ്പ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതിലൊന്നും നടത്തിയില്ല. പിന്നെ പോലീസുകാർ നമ്മളെ അടുത്ത് അത് ചോദിച്ചു എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. പക്ഷെ പിന്നെ അവരിരിക്കണ ഫോണൊക്കെ ചെയറിന്റെ മുകളിൽ ഇരുന്ന് അപ്പൊ അതൊക്കെ കണ്ടപ്പോ അവള് സ്വയം ചെയ്തതല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് പപ്പ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളെ റൂമിൽ അടുപ്പിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ കഴിഞ്ഞ ഡിസംബർ മാസം 22-ാം തീയതിയാണ് വളാഞ്ചേരി പുല്ലമ്പറമ്പ് സ്വദേശികളായിട്ടുള്ള കൃഷ്ണദാസ് ഒപ്പം തന്നെ ക്രിസ്തുദാസ് ഈ ശാന്ത ദമ്പതികളുടെ മകൾ പ്രീത എന്ന് പറയുന്ന 25-കാരി അവരുടെ തന്നെ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരുടെ സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു. ആ സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് വളാഞ്ചേരി പോലീസ് എത്തി എല്ലാം തന്നെ കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിൽ കുടുംബത്തിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് വളാഞ്ചേരി പോലീസിന് അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ളതാണ്. കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഈ യുവതി ഭർത്താവിന് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നടക്കമുള്ള ചിത്രങ്ങൾ ഈ ഭർത്താവിന് അയച്ചു കൊടുത്തിരുന്നു. ഭർത്താവിന് നിരന്തരമായിട്ടുള്ള അവഗണനയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഒരു ആരോപണം. ഈ കാര്യങ്ങളെല്ലാം തന്നെ തെളിയിക്കപ്പെടുന്ന രേഖകളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രീതിയുടെ മൊബൈൽ ഫോൺ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഉണ്ട്. ഈ മൊബൈൽ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇത്രയൊക്കെ തെളിവുകൾ കൈമാറിയിട്ടും വളാഞ്ചേരി പോലീസ് ഭർത്താവിനെതിരെ കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതോടൊപ്പം തന്നെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്ന അസ്വാഭാവിക മരണത്തിന് മാത്രമുള്ള കേസാണ്. പിന്നെ ഇതോടൊപ്പം വേറെ കാര്യം എടുത്തു വരേണ്ടിയിരിക്കുന്നത് ഈ ആത്മഹത്യ കഴിഞ്ഞ് 28 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ കുടുംബത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ അന്വേഷിക്കുമ്പോൾ അന്വേഷണം കാര്യക്ഷമമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. അതോടൊപ്പം തന്നെ ഇത് മർഡറോ മറ്റു കാര്യങ്ങളൊന്നും തന്നെയല്ല, ഇത് കൃത്യമായ ഒരു ആത്മഹത്യ തന്നെയാണ്. പക്ഷേ അതിന്റെ കാരണം തേടിയുള്ള അന്വേഷണത്തിലാണ് തങ്ങൾ എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ എന്തുകൊണ്ട് ഇത്രയധികം തെളിവുകൾ കുടുംബം പോലീസിന് കൈമാറിയിട്ടും കേസെടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ കുടുംബം എന്ന് പറയുന്നത് അത്ര വലിയ സ്വാധീനമുള്ളവരോ അല്ലെങ്കിൽ ഈ നിയമത്തെക്കുറിച്ച് വലിയ പരിജ്ഞാനമുള്ളവരോ അല്ല, പാവപ്പെട്ട ഒരു സാധാരണ കുടുംബമാണ്. ഇവർക്ക് എങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിന് ഏത് രീതിയിൽ നിയമപരമായി നേരിടണമെന്നോ ഈ കുടുംബത്തിന് കൃത്യമായ ധാരണയില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരൊരു കുടുംബം അവഗണന നേരിടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എസ്കെൻ. ഓക്കെ, താങ്ക് യു.